പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പെട്ടെന്ന് അതായത് ഈ ഒരു കോടതി ഉത്തരവിൻ്റെ മറവിൽ ധൃതി പിടിച്ചിട്ട് എന്തൊക്കെയോ, അതായത് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്ന പോലെ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, കോടതി അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഓർഡറുകളും അത് ധൃതി പിടിച്ച് ചെയ്യുന്നതും ആളുകൾ ഇതിൻ്റെ പിന്നാലെ പായുന്നതൊക്കെ കണ്ടാൽ ഇവിടെ എന്തോ വലിയ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്ന പോലെയാണ്. 1960 PCA ആക്ട്, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം എത്രയോ സുപ്രീം കോടതി ഉത്തരവുകൾ ഇതിൽ വന്നിട്ടുള്ളതാണ്. ഇതിലൊന്നും കാണിക്കാത്ത, അതായത് തെരുവ് നായ്ക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇത്രയും 65-66 കൊല്ലമായിട്ട് കാണിക്കാത്ത ഒരു വലിയ എന്തോ ഒരു സംഭവം പോലെയാണ് ഇപ്പോൾ ഈ 2025 നവംബർ 7 ഉത്തരവിൽ എന്തോ വലിയ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള മട്ടിലാണ് ഇത് നടപ്പാക്കാനും പിന്നെ ഇത് നടപ്പാക്കുന്നതിലുള്ള എന്തോ വലിയ ആവേശവും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ഈ തദ്ദേശ സ്ഥാപനങ്ങളും പിന്നെ സർക്കാർ സ്ഥാപനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ വലിയൊരു സംഭവം ഉണ്ടാവാൻ പോകുന്ന പോലെയാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഉണ്ടാവാത്ത ഒരു കൃത്യമായിട്ടുള്ള ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇവർക്കെതിരായിട്ടുള്ള കുറ്റങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കാത്തതിനെ പറ്റിയിട്ടോ അതിലൊന്നും കാണിക്കാത്ത ഒരു വലിയൊരു ഉത്സാഹം ഇപ്പം കാണിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ഞങ്ങൾ വിവരാവകാശ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ഏതാണ്ട് 1.5-2 കൊല്ലത്തോളമായിട്ട് ഒരു 400ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവരാവകാശം നിയമിട്ടിട്ട് അതിൽ ഈ വിവരാവകാശത്തിൽ ഞങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഭരണഘടനാപരമായിട്ട് ഇവർ ചെയ്യാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഒരു 30ഓളം ചോദ്യങ്ങൾ. അതിലെന്താണ് ഞങ്ങൾ ഈ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതിൽ എന്താണെന്നുണ്ടെങ്കിൽ ഈ സുപ്രീം കോടതി PCA ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ, സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ, ഹൈക്കോടതിയുടെ ഉത്തരവുകൾ, DGPയുടെ ഉത്തരവുകൾ, ഇങ്ങനെ അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഗൈഡ് ലൈൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 30 ചോദ്യങ്ങളിലും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ 30 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുപോലും ചെയ്തിട്ടില്ല എന്നാണ് മറുപടിയെങ്കിൽ അത് കോടതി അലക്ഷ്യമാണ്. അപ്പോൾ കോടതി അലക്ഷ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്പെസിഫിക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടാണ് ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള മറുപടി ഇല്ല, ബാധകമല്ല. അതായത് ഷെൽട്ടറുണ്ടോ, ഷെൽട്ടറില്ല. ABC ചെയ്തിട്ടുണ്ടോ, ABC ചെയ്തിട്ടില്ല. ബോധവൽക്കരണ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ജീവികളെ സംരക്ഷിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലൊന്നും തന്നെ, മാത്രവുമല്ല LSGDയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഒരു മറുപടി എനിക്ക് കിട്ടേണ്ടായി. അതായത് ഇതുവരെയായിട്ടും ഈ കില എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൽ അനിമൽ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ്ങിനും ഒരു സർക്കാർ ഓർഡറുകളും ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് അനിമൽ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള യാതൊരു ഉത്തരവോ അതിനുള്ള ട്രെയിനിങ്ങോ ഈ പഞ്ചായത്തുകൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഭരണഘടനാപരമായ ഡ്യൂട്ടികൾ നിർവഹിക്കുക? അതുപോലെ പോലീസിലും ഞാൻ ഇട്ടിട്ടുള്ള ഒരു 20ഓളം ചോദ്യങ്ങളിലെല്ലാം തന്നെ ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ കർത്തവ്യങ്ങൾ അവർ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഇല്ല എന്നുള്ള ഉത്തരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും
PCA ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരം ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളും ഇവരുടെ സുരക്ഷിതത്വം, ജീവന് ഉള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് സെക്ഷൻ 11 പ്രകാരം പോലീസിൻ്റെയും കടമയാണ്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പോലീസിൻ്റെയും ഭരണഘടനാപരമായ കർത്തവ്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിവരാവകാശ ചോദ്യങ്ങളിൽ കിട്ടിയിട്ടുള്ള മറുപടി ഒരു 5% പോലും ഇത് ഒരു കംപ്ലയൻസ് ഇല്ല. അതായത് അവർ ചെയ്തിട്ടില്ല, കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പോൾ മാർട്ടിൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പട്ടി ഒരു പഞ്ചായത്തിൽ ചെന്ന് ചോദിക്കുമോ പഞ്ചായത്ത് സെക്രട്ടറിയോട്, സാറേ എനിക്ക് ഒരു വന്ധ്യംകരണം ചെയ്തു തരണം, എനിക്കിനി പ്രസവിക്കാൻ ആഗ്രഹമില്ല, വന്ധ്യംകരണം ചെയ്യണം എന്നൊരു പട്ടി ഒരു പഞ്ചായത്തിൽ ചെന്ന് ചോദിക്കുമോ? അല്ലെങ്കിൽ ഒരു തൻ്റെ കുട്ടികളെ വിഷം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ കൊന്നിട്ടുള്ള ഒരമ്മ പട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എൻ്റെ കുട്ടികളെ ഈ മനുഷ്യർ, ഇന്ന സ്ഥലത്തുള്ള മനുഷ്യർ വിഷം വെച്ചിട്ടോ അല്ലെങ്കിൽ അടിച്ചിട്ടോ കൊന്നു എന്ന് പറയാൻ ഉള്ള ഇതുണ്ടോ? അപ്പോൾ ഇതാരാണ് ചെയ്യേണ്ടത്? ഈ ജീവജാലങ്ങൾക്ക് ഭരണഘടനാപരമായി അവരുടെ അവകാശങ്ങൾ, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളും അവരുടെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ഇത് മനുഷ്യനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാത്തിടത്തോളം കാലം ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന വിവരാവകാശമാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഈ 400ഓളം വിവരാവകാശ മറുപടികളിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 5% പോലും ഇവർ ഭരണഘടനാപരമായി ചെയ്യേണ്ട ഡ്യൂട്ടീസ് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് ഞാൻ ഓപ്പണായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരികയാണ്. എന്താണ് ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ? ഒരു ഭരണഘടനാ സ്ഥാപനം, പോലീസ് അല്ലെങ്കിൽ കളക്ടർ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദികൾ ഈ സാധു മിണ്ടാപ്രാണികളാണോ അതോ ഈ ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് ഇത് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കർത്തവ്യമാണോ? ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ജീവികളെ കുറ്റം പറയില്ല. ഇപ്പോൾ ജനങ്ങൾ സംസാരിക്കുന്നതും കോടതി അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ തെരുവ് നായ്ക്കൾ എന്തോ മനുഷ്യന് വലിയൊരു ശല്യമാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 2 പട്ടികളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 10 പട്ടികളാണ്. അപ്പോൾ 2 ഉണ്ടായിരുന്നപ്പോഴത്തേക്കാളും 5 ഇരട്ടി പ്രോബ്ലംസാണ് ഇപ്പോൾ ഉള്ളത്. ഈ 5 ഇരട്ടി പ്രോബ്ലംസ് വന്നിട്ടുള്ളത് ആരുടെ കുറ്റം കൊണ്ടാണ്? ഇത് അവരുടെ കുറ്റമാണോ? അവർ ചെന്ന് പറയൂ കളക്ടറുടെ അടുത്ത് എനിക്ക് വന്ധ്യംകരണം ചെയ്തു തരണം, അല്ലെങ്കിൽ LSGDയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് പറയൂ, പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് ഫലമില്ല എങ്കിൽ അത് ചെന്നിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് പറയൂ എനിക്ക് വന്ധ്യംകരണം ചെയ്തു തരണം, നിങ്ങളാണ് ABC റൂൾ പ്രകാരം നിങ്ങളാണ് അത് ചെയ്തു തരേണ്ടത്, അത് ചെയ്യണം എന്നുള്ളത് പറയൂ. ഇതിനൊക്കെ സിമ്പിൾ കോമൺ സെൻസ് മതി. നിങ്ങളിത് ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കുന്ന നിങ്ങൾ ഇത് മനുഷ്യനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യൂ. അവരുടെ അവകാശങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടില്ല. വോട്ടിന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാണമില്ലാതെ ഇവരുടെ പിന്നാലെ പോവും. തൽക്കാലം വോട്ടിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടെങ്കിലും ഇവരുടെ പിന്നാലെ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ UDF ആയാലും LDF ആയാലും BJP ആണെങ്കിലും വേറെ ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും ഒരു വ്യത്യാസവുമില്ല. ആം ആദ്മി പാർട്ടി അടക്കമുള്ള ആളുകൾ ഈ തെരുവ് നായ്ക്കളെ കുറ്റം പറയുന്നവരാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഭരണഘടനയോടും നീതിന്യായ വ്യവസ്ഥയോടും മനസാക്ഷിയോടും ഇവർക്കൊക്കെ എത്രമാത്രം കടപ്പാടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ആം ആദ്മി പാർട്ടി തന്നെ ഇപ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഞങ്ങളത് സെറ്റിൽ ചെയ്ത് തരാം എന്ന് പറയുന്നത്, സെറ്റിൽ ചെയ്ത് തരുന്നത് ഇത് തന്നെ. അതായത് ഇവരെ വിഷം കൊടുത്ത് കൊല്ലേ,
അല്ലെങ്കിൽ ഇവരെ എല്ലാം കൂടി ഷെൽട്ടറിൽ പിടിച്ചിട്ടിട്ട് അവിടുന്ന് പാർവോ അല്ലെങ്കിൽ ഡിസ്റ്റംബർ വന്നിട്ട് കൂട്ടത്തോടെ മരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കുക. ഇതാണ് ഇവർ പറയുന്നത്. ഭാരതീയ സംസ്കാരം പറഞ്ഞുകൊണ്ട് BJP ഇവിടെ ഇത് പറയുന്നത് ഇവർ കാണിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നതാണ്. UDF ആണെങ്കിലും LDF ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ വലിയ വിപ്ലവ പ്രസ്ഥാനങ്ങൾ നടത്തി. ഞങ്ങൾ അവകാശങ്ങളില്ലാത്തവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഈ പാർട്ടികളെല്ലാം തന്നെ എന്തുകൊണ്ട് ഈ മിണ്ടാപ്രാണികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഇവർ ഒന്നും ചെയ്യുന്നില്ല? അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഒരു മാർഗമുള്ളൂ. ഇവരെ ബോയ്ക്കോട്ട് ചെയ്യണം.